Okay, let's discuss pH indicators. അപ്പോൾ ഈ പി എച്ച് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കമ്പൗണ്ട്. ഓക്കെ, നമ്മൾ ആ ടൈട്രേഷനിൽ കാണുന്നതാണ് സംതിങ് ദാറ്റ് വി ആഡ്, വിച്ച് ഈസ് ആഡഡ്. ഓക്കെ, അത് നമ്മുടെ ഫോർ ആ ടിപ്പിക്കൽ നമ്മുടെ ടൈട്രേഷൻ ഇങ്ങനെയാണല്ലോ. നമ്മൾ യു ഹാവ് യുവർ സബ്സ് ഹിയർ, യു ഹാവ് യുവർ ബ്യൂറെറ്റിൻ, യു ഹാവ് യുവർ titrant that goes into this. So ആ ഒരു എൻഡ് പോയിന്റ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വിഷ്വൽ ഡിറ്റക്ഷൻ ദാറ്റ് വി ആർ ഡൂയിങ് ഹിയർ. ഓക്കെ, so you have to identify that the ഒരു കളർ ചേഞ്ച് വഴിയാണ് നമ്മൾ ഇത് എൻഡ് പോയിന്റ് വന്നു എന്ന് അറിയണം. ആ കളർ ചേഞ്ച് അത് സെൻസിറ്റീവായിട്ട് ആ ഒരു എൻഡ് പോയിന്റിൽ സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു കമ്പൗണ്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് അപ്പം ഇതിൽ. ആൻഡ് അത് പി എച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഇതിനെ പി എച്ച് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ആഡഡ് ഇൻ വെരി സ്മോൾ അമൗണ്ട്സ്. ഓക്കെ, നൗ ലെറ്റ് us see how this works. ഓക്കെ, സോ ഇതിൻ്റെ കളർ ഇല്ലേ, ഈ കളർ ഓഫ് ദ സൊല്യൂഷൻ will change depending on pH. So this is basically in our acid base titrationലുള്ളതാണ് അവിടെ ഇത് വരുന്നത്. സോ ഒരു ന്യൂട്രൽ ഒരു നമ്മുടെ ഒരു സൊല്യൂഷൻ പി എച്ച് 7 എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ന്യൂട്രൽ. When it goes to this side, it is acid, and that is below 1 anengil. And when it goes to the right side, it is alkaline in nature. Okay, so നമ്മുടെ ഈ പി എച്ച് ഇൻഡിക്കേറ്റേഴ്സ് പൊതുവെ ഒന്നെങ്കിൽ അവരൊരു വീക്ക് ആസിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീക്ക് ബേസ് ആവും. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ ഡിസോസിയേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബേസിക് ഒരു HIND എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുല ഫോർ ആൻ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ, വെൻ യു ആഡ് ഇറ്റ് ടു വാട്ടർ, വാട്ട് യു വിൽ ഗെറ്റ് ഇസ് H3O പ്ലസ് ആൻഡ് ദ ഫ്രീ ഇൻഡിക്കേറ്റർ അയോൺ. ഓക്കെ, ഇതിനെയാണ് നമ്മളൊരു ബേസിക്, ഇതൊരു ആസിഡ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് ദ കോൺജുഗേറ്റ് ബേസ്. ആൻഡ് this is what we call as the conjugate base. I just in the okay. So now namakku idoru equilibrium reaction ayond I have the equilibrium constant, which is equal to the concentration of the H3O or the hydronium ion into the conjugate base divided by the acid form into the concentration of water. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ equilibrium constant-ന്റെ equation. Now ഈ water is in large excess and that is almost a constant. അപ്പോൾ that is what we take it here. And there we get, that is how we get Ka. Ka is nothing but the product, it's a ratio of the product of the your conjugate base and the hydronium ion divided by the acid form. Fine, so this is what is Ka. That is acid dissociation constant in the body. Now ഇവിടെ what we generally go by is നമ്മൾ പി എച്ച് ഡിപ്പെൻഡൻ്റ് ആണോ. അപ്പോൾ we have our Henderson equation. Now Henderson equation is one that connects pH with pKa, and this is how the equation is. Okay, that is pKa plus log of the conjugate base concentration by the acid form concentration. അപ്പോൾ ഇതാണ് ആ ഹെൻഡർസൺ ഇക്വേഷൻ ഇരിക്കുന്നത്. സോ
ഇവിടുന്ന് ദിസ് ഇസ് നൗ ഇവിടുത്തെ ഒരു പ്ലേ ആണ് നമ്മൾ കാണുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് ടു കൺസിഡർ വെൻ pH is equal to pKa, when pH is greater than pKa, and when pH is less than pKa. Okay, ഇതൊക്കെ എപ്പോഴാണ് വരുന്നത്? pH equal to pKa പറഞ്ഞാൽ this part should be equal to 1, which means that the concentration of എന്താ പറയുക, ഈ റേഷ്യോയിൽ ഈ രണ്ട് പേരുടെയും ഷുഡ് ബി ഇൻ എ 1:1 റേഷ്യോ. അത് 1/1 ആകുമ്പോൾ എത്ര വാല്യൂ സെയിം ആകുമ്പോൾ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് 1 അല്ലേ കിട്ടുക. അപ്പോൾ ഈ ഭാഗം 0 ആയി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ് വെൻ ഇറ്റ് ഈസ് നൗ വെൻ യു ഹാവ് when you want to have pH in the നമ്മുടെ ഇവിടെ പറഞ്ഞ പോലെ in the alkaline, okay, ഭാഗത്തൊക്കെ പോകുമ്പോൾ സോ ഇറ്റ് മീൻസ് ദാറ്റ് pKa പ്ലസ് അല്ലേ. അപ്പോൾ അവിടെ ദ കോൺജുഗേറ്റ് ബേസിൻ്റെ ദാറ്റ് ഈസ് ഹാസ് ടു ഹാവ് എ ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ദെൻ ആസിഡ്, എന്താ പറയുക, ദ ഫ്രീ ആസിഡിൻ്റെ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ കളർ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ വാട്ട് എവർ ഇസ് ദ കളർ ദാറ്റ് ഈസ് ഓഫ് ദ കോൺജുഗേറ്റ് ബേസ്, അതാണ് അവിടെ കൂടുതൽ കാണുക. pH ബിലോ pKa വരുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് the free acid, the acid form is more. അപ്പോൾ ആസിഡ് ഫോമിൻ്റെ കളറാണ് അവിടെ കാണുക. സോ അസിഡിക്കിൽ ജനറലി ദ ആസിഡ് ഫോം ആണ്, ബേസിക്കിൽ നമ്മുടെ ഫ്രീ കോൺജുഗേറ്റ് ബേസിൻ്റെ ആണ് അവിടെ കാണുന്നത്. ഓക്കെ, നൗ ഇൻ ജനറൽ it is those indicators work at a pH range. ഓക്കെ, നൗ നമുക്ക് കൂടുതൽ വേണ്ടത് ഒരു ഇച്ചിരി ഷാർപ്പ് ആയി വരണം എന്നാണ്. അപ്പോൾ ആ റേഞ്ച് വല്ലാതെ കൂടുതലായിട്ട് പോവാൻ പാടില്ല. ആൻഡ് ജനറലി നമ്മൾ യൂസ് ചെയ്യണതാണ് ഫിനോഫ്താലിൻ, ദെൻ വി യൂസ് മീഥൈൽ ഓറഞ്ച്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണ ഇൻഡിക്കേറ്റേഴ്സ്. ആൻഡ് അതിൻ്റെ റേഞ്ചും അതിൻ്റെ നമ്മുടെ ഓരോ കളർ ഫോംസ് ഐ വിൽ ജസ്റ്റ് ഡിസ്കസ് നൗ. ഓക്കെ, സോ the acid form and in the base solutionum acid solution le endana ivaride colors. Okay, so acid formula my phenolphthalein is colorless. So acid formula endana ivarthe case nokku, acid form venengil pH should be less, which means that ivade my this value, okay, has to be that free acid in the color ആണ് അവിടെ എന്താ ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കളർലെസ് ദർ. ദ കോൺജുഗേറ്റ് ബേസിൻ്റെ കളറാണ് പിങ്ക് ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ ഇൻ ദ ബേസിക് സൊല്യൂഷൻ യു ആർ ഗെറ്റിംഗ് പിങ്ക്. ആൻഡ് ദ pH range that you will see is 3.1 to 4.4. കുറച്ച് നീറ്റായിട്ടൊന്ന് എഴുതട്ടെ. ഫിനോഫ്താലിൻ, ഇവിടെ മീഥൈൽ ഓറഞ്ച്. ജനറലി ഇവിടെ ഭയങ്കര സ്ലിപ്പറിയാണ് ദിസ് ദിസ് ബോർഡ്, ദാറ്റ്സ് ദ റീസൺ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ ഫോർ യു ഓൾ. എനിവേ, ഇവിടെ റെഡ് ആൻഡ് ഇറ്റ്സ് യെല്ലോ. ഓക്കെ, റെഡ് ആൻഡ് യെല്ലോ. ഓ സോറി, ദിസ് ഇസ് റോങ്. Red and yellow, and this is 8.3 to 10. And this is what is 3.1 to 4.4. Okay, this is how it is. So when I corre indicators okay ende namakku like thymol blue, yeah, you can write those also. I have thymol blue. So you know if you ask for your exam, write a few either, you can write that methyl yellow, methyl red, alizarin yellow anganekku parayunda. Okay, so with that we are done with pH indicators. Thank you.